2012 ഭൂസമരത്തിൽ കുറേ സംഘടനകൾ AK ഒറ്റയ്ക്കല്ല സമരം, കുറേ സംഘടന സമരരംഗത്തേക്ക് വന്നു. പക്ഷെ മറ്റു സംഘടനകളെല്ലാം വ്യത്യസ്തമായ നില ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ജയിലിൽ പോകാൻ തയ്യാറായി. അതിനൊരു വയനാടിൻ്റെ സന്തോഷം, വയനാടിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആദിവാസികളെ മാറ്റി നിർത്തിയ ഒരു പുരോഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലക്ക് അതിലുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ, ആവശ്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉള്ളൂ. തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല. ആ സമരപരമായിട്ട് കേരളത്തിലെ പല ആദിവാസി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് ഒരു രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ രേഖ നടപ്പിലാക്കാൻ ആന്റണി ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ സമരത്തിൽ ആവശ്യങ്ങളോട് നിലനിൽക്കുകയും അവിടെ അനാവശ്യ ബലപ്രയോഗം നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തവരാണ് ഞങ്ങൾ. MLA ആദിവാസി മുത്തങ്ങോടിയതിനു ശേഷം ആദിവാസികൾ ഭയങ്കര പേടിയിലായിരുന്നു. അവർ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എത്രയോ ആദിവാസികളെ പിടിച്ചുകൊണ്ട് പോയി. അവർ ഒറ്റപ്പെട്ടു പോയി സമൂഹത്തിൽ നിന്ന്. ആരും ഒന്നും പറയാനില്ല എന്ന അവസ്ഥ വന്നു. CK ജാനു പിന്നെ നേരത്തെ അവർ ഞങ്ങളുടെ പാർട്ടിയൊക്കെ ആയിട്ട് ചേർന്ന് നിന്ന ഒരാളായിരുന്നു. കർഷക തൊഴിലാളികളുടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നീട് അവർ പിന്നെ ഗോത്രമഹാസഭ രൂപീകരണം, അതിനു മുമ്പ് വേറെ ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ചില സംഘടനകളൊക്കെ ആയിട്ട് പോയിരുന്നു. ശ്രേയസിൻ്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു. ശ്രേയസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശ്രേയസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു NGO ആയിരുന്നു. അവരുടെ പ്രവർത്തിക്കുന്ന ഭാഗമായിട്ടൊക്കെ ആയിരുന്നു. അവരുടെ ഒരു വ്യക്തിവികാസത്തിൽ ആ പ്രവർത്തനത്തിനൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവാം. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ അവരെ നോക്കി നേരിട്ട് കാണുന്നത്. അടുത്ത സൗഹൃദ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവരുമായിട്ട് ചേർന്ന് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒക്കെ തുടങ്ങിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നത് 2012 ആദിവാസി ഭൂസമരത്തിലായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നപ്പോൾ ജാനു ഉൾപ്പെടെയുള്ള ആൾക്കാർ അവനോട് നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് വരുന്നത്. നേരിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹുമാനത്തോടെ ചില വേദികളിലൊക്കെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്, ചില സെമിനാറുകളിലൊക്കെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ രൂക്ഷമായി ഞങ്ങളെ വിമർശിക്കും, ഞങ്ങളുടെ മറുപടി പറയും. പക്ഷെ സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ അർത്ഥമുണ്ടായിരുന്നു. 2012 ഭൂസമരത്തിൽ കുറേ സംഘടനകൾ AK ഒറ്റയ്ക്കല്ല സമരം, കുറേ സംഘടന സമരരംഗത്തേക്ക് വന്നു. പക്ഷെ മറ്റു സംഘടനകളെല്ലാം വ്യത്യസ്തമായ നില ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ജയിലിൽ പോകാൻ തയ്യാറായി. അവർ ജയിലിൽ പോകാൻ തയ്യാറായില്ല. അവർ കേസ് ജാമ്യം എടുത്ത് പോകുന്ന അവസ്ഥയുണ്ടായി. ആ സമരമാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത്. ജയിലിൽ പോയവരെയാണ് പിന്നീട് ഉമ്മൻചാണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വമേധയാ വിട്ടയച്ചു മുഖ്യമന്ത്രി എന്ന നിലക്ക്. അപ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിൽ അവരെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടായി. അങ്ങനെ അവരായിട്ട് നല്ല ബന്ധങ്ങളാണ് ഉള്ളത്. സൗഹൃദ ബന്ധം നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് യോജിപ്പില്ലെങ്കിലും ആദിവാസികൾക്ക് വരുന്ന ഒരു നേതാവല്ലേ, ആ അർത്ഥത്തിൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളോട് ശക്തമായി യോജിപ്പുണ്ട്. അത് പരസ്പരം പ്രകടിപ്പിക്കാറുണ്ട്. അല്ല, അതപ്പോൾ അവരോട് ചോദിക്കട്ടെ. ശരിയായിട്ട് അവരല്ലേ ഒരു മറുപടി പറയേണ്ടത്. അവർക്ക് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്? ഞാനൊരു മറുപടി പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ KSKTയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ ആദിവാസികൾ അവർ അടിയ വിഭാഗത്തിലുള്ള ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആ അടിസ്ഥാനത്തിൽ തിരുനെല്ലിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. അന്നും ഇന്നും ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. PK കാളൻ എന്നൊക്കെ പറയുന്ന ആളെ നിങ്ങൾക്കറിയായിരിക്കും. നൽകിയതിയുടെ അവരൊക്കെ അടുത്ത ബന്ധുക്കളാണ്. എനിക്ക് തോന്നുന്നത് ജാനുവിൻ്റെ മാമനാണ് പിന്നെ PK കാളൻ എന്ന് എനിക്ക് തോന്നുന്നത്. അവരൊരു പുസ്തകത്തിൽ അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട്. മാമൻ അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അത് ഞാൻ വായിച്ചിട്ടുണ്ട്, അവരുടെ മാമനാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി നോക്കി. പിന്നീട് അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിന്നെ ശ്രേയസ് എന്ന് പറയുന്ന സംഘടനയൊക്കെയായി ബന്ധപ്പെട്ട് പിന്നെ ഒരു NGO ഒക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ രീതിയിലുള്ള ചിന്തയായിരിക്കില്ല ഉണ്ടാവുക. അവർ സ്വാഭാവികമായിട്ടും ഞങ്ങളിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം. പിന്നെ അവരാണ് വിട്ടുപോയതിൻ്റെ കാര്യം പറയേണ്ടത്. ഞാനത് നമുക്ക് ചെറിയൊരു കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രവർത്തനത്തിലൂടെ അവരുടെ ഒരു പൊതുപ്രവർത്തനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. അത് പിന്നെ അവരാ പറയേണ്ടത്, ഞാനത് പറയുന്നത്. അവർ പറയട്ടെ. അതല്ല എൻ്റെ ഭംഗി. നമ്മളൊരാളെ അവരും നമ്മുടെ നാട്ടിലെ പിന്നെ ഉള്ള ഗോത്ര നേതാക്കളിൽ ഒരാളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അക്കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണത്തോട് യോജിപ്പുണ്ടെങ്കിലും അവരെ നമ്മൾ തള്ളിപ്പറയേണ്ട ആളൊന്നും അല്ലല്ലോ.
അതിപ്പോൾ അവരൊരു പ്രത്യേക സംഘടനയും പാർട്ടിയൊക്കെ ഇട്ട് രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇടതുപക്ഷമായിട്ട് ഒരു ചെറിയ കാലയളവിൽ യോജിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായി. ഇപ്പോഴവർ NDA മുന്നണിയുടെ ഭാഗമാണ്. അവരാണ് രാഷ്ട്രീയത്തിലൊരു മാറ്റം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ മുന്നണിയൊക്കെ വിട്ട് മറ്റേതെങ്കിലും അതൊക്കെ അവർ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടന കാര്യമില്ല. അവർക്കങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളുണ്ടായിരിക്കും, ഓരോരുത്തർക്കും ഓരോ വീഴ്ച ഉണ്ടായിരിക്കും. ഗോത്രമഹാസഭയുടെ ഒരു പരിമിതി എന്താ വെച്ചാൽ അവർ ആദിവാസികളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് മതി, ഞങ്ങൾക്കറിയാമെന്നുള്ള വേണമെങ്കിൽ ഒരു അഹങ്കാരത്തിന് പക്ഷി വരുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ചറിയാം. ഞങ്ങൾ മാത്രം മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്തങ്ങ സമരത്തിൽ അവരെ സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അതേസമയത്ത് ആദിവാസി ക്ഷേമസമിതിയുടെ സമരങ്ങളെ തകർക്കാനും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ മനുഷ്യ കവചമായി ഞങ്ങൾ വന്ന് നിന്നല്ലോ, ആദിവാസികളല്ലാത്ത കർഷക തൊഴിലാളികൾ. അപ്പോൾ ആദിവാസികളുടെ പുരോഗതി എന്ന് പറയുന്നത് കേവലം ആദിവാസികളുടെ മാത്രം കാര്യമായിട്ട് അതിനെ ചെറുതായി കാണാൻ വേണ്ടി പാടില്ല. അത് നാടിൻ്റെ പൊതുപുരോഗതിയുടെ ഭാഗമായിട്ടാണ്, പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമാണത്. ആദിവാസികൾക്ക് ചോർന്നൊലിക്കുന്ന വീടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആദിവാസികൾക്ക് ഭൂമി കിട്ടിയില്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. നാടിൻ്റെ എല്ലാ ജനവിഭാഗങ്ങളുടെയും കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ആ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ. അതിനുള്ള വയനാടിൻ്റെ സന്തോഷം, വയനാടിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആദിവാസികളെ മാറ്റി നിർത്തിയുള്ള ഒരു പുരോഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ വയനാടിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ആദിവാസികളുടെയും വയനാട്ടിലെ കർഷകരുടെയും വയനാട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും സന്തോഷമാണ് വയനാടിൻ്റെ സന്തോഷം. ആ അർത്ഥത്തിലാണ് ആദിവാസികളെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആദിവാസികൾ ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ആവില്ല, നിങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അവരെ ദുർബലപ്പെടുത്തും. ഞങ്ങളുടെ കാര്യം നോക്കാൻ, ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുടെ കൂടെ ആയിരങ്ങൾ വേറെയുണ്ട് എന്ന് പറയുമ്പോൾ അവരെ ശക്തിപ്പെടുത്തും. അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ടോ ഗോത്രമഹാസഭയെ നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളോടൊന്നും പിന്നെ അത് കുറേ കൂടി നേരത്തെ പറഞ്ഞാൽ കുറേ കൂടി സ്വത്വബോധത്തിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ടോ എന്ന രീതിയിലേക്ക്. സ്വത്വബോധം പൊതു സമൂഹത്തിൻ്റെ ബോധവുമായിട്ട് ചേർത്തി ഒരു പൊതു മുന്നേറ്റമാക്കി മാറ്റണം. സ്വത്വം എല്ലാവർക്കും ഉണ്ട്. നമുക്കിപ്പോൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലേ, ലോകത്തിൽ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കണ്ടുമുട്ടിയാൽ ഇവിടെ നിന്നൊക്കെ കീരിയും പാമ്പും പോലെ രാഷ്ട്രീയമായിട്ടൊക്കെ എതിർക്കുകയും ചെയ്യുമെങ്കിലും പുറത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ നമ്മൾ വേഗം ഒരു ഐക്യപ്പെടും, ഒരു മാനസിക ഐക്യം ഉണ്ടാവും. അത് മലയാളി എന്നുള്ള സ്വത്വബോധമാണ്. അതുകൊണ്ട് നമുക്ക് മലയാളികളുടെ കാര്യം മാത്രം, ലോകത്തിലുള്ള മുഴുവൻ ജനതയോടും മലയാളികൾക്ക് താല്പര്യമുണ്ട്. ലോകത്തിൽ ഏത് ജനതയെ സ്വീകരിക്കാൻ മലയാളികൾക്ക് കഴിയും, മലയാളികളെ സ്വീകരിക്കാൻ ലോക ജനതയും തയ്യാറാണ്. അപ്പോൾ ഇത് നമ്മൾ പരസ്പരമായി പൂരകമാണ്, പരസ്പരമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആദിവാസികളുടെ വിഷയം ആദിവാസികളുടെ വിഷയമല്ല, നാടിൻ്റെ വിഷയമാണ്. പൊതുസമൂഹത്തിനും കൂടി ഉത്തരവാദിത്തമുണ്ട്. ആ വീക്ഷണത്തെ പിടിച്ചുകൊണ്ടാണ് ആദിവാസി ക്ഷേമ സമിതി പ്രവർത്തിക്കുന്നത്. അതാണ് മറ്റ് ആദിവാസി സംഘടനകളെ വേർതിരിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നതാണ്. അല്ല, ആദിവാസികൾ നടത്തിയിട്ടുള്ള സമരത്തെ ഞങ്ങൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ആ സമരത്തിന് തെറ്റായ രീതിയിൽ നടത്തിയപ്പോൾ വലിയ പോലീസ് സ്റ്റേഷൻ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയവരാണ് ഞങ്ങൾ, വലിയ രീതിയിൽ. അന്ന് ശ്വാസമേനോനൊക്കെ ഭീകരമായ മർദ്ദനം പാലക്കാട് വെച്ച് തലയൊക്കെ തല്ലി പൊളിക്കുകയുണ്ടായി. ഞങ്ങൾ അതിനെ കണ്ടിരുന്നില്ല. പക്ഷെ അവർ നടത്തിയ ചില സമര രീതികളുണ്ട്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഒന്ന്, റിസർവ് ഭൂമിയാണ് കണ്ടെത്തിയിരുന്നത്. റിസർവ് ഭൂമി രാജ്യത്തിൻ്റെ പൊതുസമ്പത്താണ്. അവിടെ ആയിരുന്നില്ല, അത് ഞങ്ങളുടെ അഭിപ്രായം. അവർക്ക് അവരുടേതായ ന്യായീകരണം ഉണ്ടാവും. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ റിസർവ് ഭൂമി കയറിയോ നിക്ഷിപ്ത ഭൂമി കയറിയോ ഒക്കെ രണ്ടാമത്തെ പ്രശ്നം. ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലക്ക് അതിലുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ, ആവശ്യങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉള്ളൂ, തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല. ആ സമര രീതികളോടും പിന്നെ ആ സംഘടന ഒരു പ്രത്യേക രീതി നടത്തിയ സമരത്തോടൊക്കെയുള്ള വിയോജിപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിലും ഭൂമി വേണമെന്ന് പറഞ്ഞാൽ അതിന് തള്ളി പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് ജാനുവാണ് പറയുന്നത് കൊണ്ട് ആ തെറ്റെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആര് പറഞ്ഞാലും അത് ശരിയാണ്. അതാണ് ഞങ്ങൾ അതിലെടുത്ത നിലപാട്. അല്ല, അത് അന്ന് വലിയ സമരങ്ങളെല്ലാം നടത്തി, ഗോത്രമഹാസഭ തിരുവനന്തപുരത്ത് സമരങ്ങളെല്ലാം നടത്തി ആന്റണിയുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കി. ആ സമരത്തിൻ്റെ സമാപനത്തിൽ ആന്റണിയും ഗോത്രമഹാ നേതാക്കളെന്ന നിലക്ക് അവരെല്ലാം പിന്നെ കോൽക്കളിയെല്ലാം കളിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ സന്തോഷകരമായി പരിസമാപ്തി ഉണ്ടാക്കിയ ഒരു സമരത്തിന് 1 ഏക്കർ ഭൂമി കൊടുക്കും, പ്രോജക്റ്റുകളിൽ 5 ഏക്കർ ഭൂമി കൊടുക്കും, പ്രത്യേക രേഖയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സമരപരമായിട്ട് കേരളത്തിൽ പല ആദിവാസി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടൊരു രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ രേഖ നടപ്പിലാക്കാൻ ആന്റണി ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. കുറെ കഴിയുമ്പോൾ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ധാരണ അവർക്കുണ്ടായിട്ടുണ്ടാവാം, അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. വഞ്ചിക്കപ്പെട്ടു,
വലിയ സന്തോഷത്തോടെ പരിസമാപനം കുറിച്ചൊരു സമരം. ആ സമരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല, UDF ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അവരെ നയിച്ചിട്ടുണ്ടായിരിക്കാം. ഞങ്ങളോട് വിമർശനം അവർക്ക് നേരത്തെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, ഞങ്ങളല്ലല്ലോ ഒത്തുതീർപ്പുണ്ടാക്കിയത്. അപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത അവരെ നയിക്കുകയും അവർ ഒരു സമരം ഏറ്റെടുക്കുകയും നടക്കുകയും ചെയ്തു. അവർ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സമരം തുടങ്ങിയിട്ടുണ്ട്. 2002 മാർച്ച് 9 പനവല്ലിയിൽ. ആ പനവല്ലിയിൽ നിന്ന് സമരം ചെയ്ത് ആദിവാസികൾ ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ 10-15 കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആന്റണിയുമായി കേരളത്തിലെ ആദിവാസി സംഘടനകൾ ഗോത്രമഹാസഭയുടെ സമരത്തെ തുടർന്നും മറ്റും ഉണ്ടാക്കിയ ചർച്ചയ്ക്ക് ശേഷം ആ നിയമം നടപ്പിലാക്കണം, ആ എഗ്രിമെന്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായി സമരരംഗത്തേക്ക് വരുന്ന ആദിവാസി ക്ഷേമ സമിതിയാണ്. അത് 2002 മാർച്ച് 19 ഓർമ്മ, ചിലപ്പോൾ തീയതി ചിലപ്പോൾ അങ്ങനെ കരുതി വന്നതാണല്ലോ, ചിലപ്പോൾ ഒരു വിഷയം, അതായത് മാർച്ചിലാണ്. ആ സമരമാണ് അത് ഗോത്രമഹാസഭയെ പോലും ഞങ്ങളും സമരരംഗത്തേക്ക് വരണം എന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇടയാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നൊന്നുമില്ല. അത് ഞങ്ങളെന്തോ ഒരു അവകാശവാദം ഉന്നയിക്കണമില്ലാവും. ഏതായാലും ഈ സമരം അവരൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവരുണ്ടായിരിക്കും. പക്ഷെ അവർ പിന്നെ റിസർവ് വനമാണ് തിരഞ്ഞെടുത്തിരുന്നത് മുത്തങ്ങയിൽ. അത് അവരുടെ ന്യായീകരണം അവർക്കാണുള്ളത്. ഏതായാലും അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഭൂസമരത്തിൽ ഭൂമി വേണമെന്ന ആവശ്യം ആരും ഉന്നയിച്ചാലും അതിനോട് ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ സമരത്തെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ ആ സമരത്തെ സഹായിക്കാൻ പോയിട്ടില്ല. പക്ഷേ സമരത്തിലെ ആവശ്യങ്ങളോട് നിലയ്ക്കുകയും അവിടെ അനാവശ്യ ബലപ്രയോഗം നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തവരാണ് ഞങ്ങൾ. അവിടെ പിന്നെ മുത്തങ്ങയിൽ മാർച്ച് മാസം 19 എനിക്ക് തോന്നുന്നു വെടിവെപ്പ്. അല്ല, ഫെബ്രുവരി 19 ഫെബ്രുവരി 16 17 ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവരെ സ്വാഭാവികമായിട്ട് ഞങ്ങളൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ അവർ സന്നദ്ധമായില്ല. അപ്പോൾ പിന്നെ അവിടെ ബലം പ്രയോഗിച്ച് പോകേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വഴിക്ക് തിരിച്ചു പോന്നു. ആ സമരം എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പോയിരുന്നത്. പക്ഷെ അവർ ഞങ്ങളോട് ആ സമരഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എന്തോ നമ്മൾ സമരത്തിനെതിരായിട്ട് ചിന്തിക്കുന്നതൊക്കെ ചിന്തിച്ചില്ല. എന്തോ ആവട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവരെങ്ങനെയാണ് പിന്നീട് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒരു വലിയ സമരം വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകളിലും വഴി തടയില്ലാന്ന് എനിക്ക് തോന്നുന്നു. 17 മറ്റൊരു അപ്പോഴാണ് ഇവിടെ ആളുകൾ ഒഴിപ്പിക്കുന്നു എന്നുള്ള വലിയ രീതിയിൽ പോലീസിനെ ശ്രമിക്കുന്നു എന്നുള്ള വലിയ വാർത്തകളും കാര്യങ്ങളും വന്നത്. ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ പോലീസ് വന്നു, ഒഴിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് അറിയുമ്പോഴാണ് അവിടെ പോലീസ് വെടിയിപ്പുണ്ടായ കാര്യങ്ങളെല്ലാം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ചാനലിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അന്ന് കൈരളി അതെല്ലാം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാനും ഇവരെ വെടിവെക്കാൻ വേണ്ടി അതെല്ലാം കൈരളിയുടെ ഒരു ഫോട്ടോഗ്രാഫർ പേരുണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, ഷാജി പട്ടണം. അതേ വളരെ സമർത്ഥമായിട്ട് അതെല്ലാം ഒപ്പിയെടുത്തിരുന്നു. ലോകത്തിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ വന്നത് എനിക്ക് തോന്നുന്നു ഷാജിയാന്നിരിക്കും. മറ്റൊരുണ്ടാവാം, പക്ഷെ വളരെ നല്ല രീതിയിൽ ആദിവാസികൾക്ക് നടക്കുന്ന പോലീസ് ക്രൂരതയും ഒക്കെ നടന്നിരുന്നു. ഒരു ആദിവാസിയോടൊപ്പം തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരു പോലീസുകാരൻ വന്ന്, വിനോദ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനും വന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആദിവാസിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആദിവാസി വെടിവെച്ച് കൊല്ലപ്പെടുന്നത്. ആ അർത്ഥത്തിലായിരുന്നു പിന്നീട് ആ സമരത്തിലോ നേരിട്ട രീതിയും പിന്നീട് ഗീതാനന്ദനെയും ജാനുവിനെയും എല്ലാം പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയും അവരെ ഭീകരമായി പരസ്യമായി മർദ്ദിക്കുകയും മുഖത്തടിയേറ്റ പിന്നെ വീർത്ത കവളുമായിട്ടായിരുന്നു ജാനു ജയിലിൽ കിടന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ആ സമരത്തെ നേരിട്ട UDFന്റെ രീതിയോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല. അങ്ങനെയല്ല ഇതിനെ നേരിടുന്നത്. അതൊരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും.